ചേച്ചി നമ്മുടെ കുട്ടികളുടെ എന്താ പറയുക തകർപ്പൻ പ്രകടനം കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ടീച്ചറായിട്ടും അമ്മയായിട്ടും ഒക്കെ നിന്നെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ലൊക്കേഷനിൽ ഒരു എല്ലാം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്തെന്നാണ് പറഞ്ഞത് നേരത്തെ. എങ്ങനെയുണ്ടായിരുന്നു പുതിയ നമ്മുടെ പിള്ളേരുടെ കൂടെ? ഇവരുടെ എനർജിയിലാണ് നമ്മൾ മൊത്തം പോയത്. ഒരു കാര്യം, അതായത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ മുസ്തു ഞങ്ങളെ എല്ലാവരെയും ഒരു ടീം ആക്കിയതിനു ശേഷമാണ് ഈ സിനിമ തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ ശരിക്കും ആ സിനിമയ്ക്കകത്ത് കൂട്ടുകാരെ പോലെ ഒരു സംഘമാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഫുൾ ഓൺ ബോണ്ടിലാണ് ഈ സിനിമ ചെയ്തു തുടങ്ങിയത്. അത് മുസ്തു ലീഡ് ചെയ്തതിന്റെ അത് ഒരിക്കലും ഒരു വര വരച്ചിട്ട് നടക്കാനല്ല, സ്നേഹത്തിൻ്റെ ഒരു ബോണ്ട്. മുസ്തു ചിന്തിക്കുന്നത് മനസ്സിലാവുന്ന തരത്തിൽ ഞങ്ങളെ എല്ലാവരെയും ആക്കിയിട്ടാണ്. ഞാൻ ഇവനോട് ചോദിക്കുന്നത്, ഏതു നീ മുസ്തുവിനെ പോലെയോ മുസ്തു നിന്നെ പോലെയോ, സംസാരിക്കുന്ന മുസ്തു സംസാരിക്കുന്ന പോലെ ഉണ്ട് അല്ല ഞാൻ ചോദിച്ചില്ലേടാ. അങ്ങനെ ഓരോരുത്തരെയും അങ്ങനെ ഒരു ഇതിലോട്ട് ആക്കിയിട്ടാണ് ഈ സിനിമ എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഈ സിനിമയിൽ ആരെങ്കിലും ഒരാൾ നല്ലതാവുക എന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്കില്ല. ഇപ്പൊ അനന്ത് പറയുന്നുണ്ടായിരുന്നു എന്നെ മാത്രമായിട്ട് പറയണ്ട എന്ന് ഋതു പറഞ്ഞു. എനിക്ക് എല്ലാവരെയും പറയണം. അതുപോലെ ഞാനും അതുപോലെ തന്നെ പറയുന്നത്, ഒരാളെ കുറിച്ച് പറയണ്ട, ഇവന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ മതി, ടെക്നീഷ്യൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ മതി. അതായിരുന്നു ഞങ്ങളുടെ. ഇപ്പം ഒരു ആരെങ്കിലും ഒരുവേള ഫാസിൽ നാസറിനോ ക്രിസ്റ്റി ചോബിന്നോ പറയുമ്പോഴാണ് നമ്മൾ എന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പൊ അത് അത്രയും എഫേർട്ട് എടുത്ത ഒരു പടമാണ്. മാൽചേച്ചി ആണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണല്ലേ ഇതില്. അപ്പൊ എന്നെ രമാദേവിയെ എങ്ങനെ എന്നിൽ കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഇവര് പറയണം, റൈറ്ററും ഡയറക്ടറും അല്ലേ. ഓക്കെ, എന്തായാലും ഹാപ്പിയാണ്. കാണാം കേട്ടോ. എല്ലാവരും ഉണ്ടാവില്ലേ? ഇവിടെ ഉണ്ടാവും.